AKSTU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സദസ്സ് നടത്തി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന് കാരണം ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. AKSTU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ MT വാസുദേവൻ നായർ നഗറിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സദസ്സ് നടന്നു. വിദ്യാഭ്യാസ സാംസ്കാരിക സദസ്സ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന് കാരണം ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ ഐതിഹാസികമായ പോരാട്ടവുമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിന് വഴിക്ക് മതത്തിന് വഴിക്ക് മതവും രാഷ്ട്രീയം രണ്ടു ഭാഗത്താണ്. മനുഷ്യന് പ്രാർത്ഥിക്കാം, അമ്പലത്തിൽ പോകാം, പ്രാർത്ഥിക്കാം, ദൈവത്തെ പ്രാർത്ഥിക്കാം, വീട്ടിൽ ദൈവത്തിനെ പ്രതിവെച്ച് പോയി പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒരിക്കലും നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ അടിച്ചേൽപ്പിച്ചാലോ ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന വലിയ രാജ്യമല്ലേ. ഇപ്പൊ ലോകത്തിൽ ഒന്നാമത്തെ ജനസംഖ്യ 1-ാം സ്ഥാനത്ത് കയറാൻ പോവാ. ചൈനയെ മത്സരിച്ച് ജയിക്കുക ഇപ്പൊ ഇന്ത്യ. ഈ വലിയ രാജ്യത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയുള്ളതാ? ഈ ജനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകളാണ്. ഇപ്പൊ ചിലര് പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദു രാജ്യമാണ്. ഇന്ത്യ ഹിന്ദു രാജ്യമാണ്. ഇത് പറയുന്ന ആളുകൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ എപ്പോഴും കൊണ്ടുകിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാവ്യമാണ് രാമായണം. രാമായണം എന്നുള്ളത് കാവ്യം നിങ്ങൾക്കറിയാം. രാമായണം നമ്മുടെ രാജ്യത്ത് രാമായണം പറഞ്ഞത് ത്രേതായുഗത്തിലാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് കലിയുഗമാണ്. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ്. രാമായണം എഴുതിയ ആള് വാൽമീകി എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാം. കവർച്ചക്കാരനാണ്, കൊലയാളിയാണ്, എല്ലാം ചേർന്ന ഒരാളാണ് വാൽമീകി. ആ വാൽമീകി പോലെ രത്നാകരനായിരുന്നു. ആ രത്നാകരൻ പോയി തപസ്സിരുന്ന് 6000 വർഷം. ആ തപസ്സിരുന്നെടുത്ത് മൺപുറ്റുണ്ടായി. ആ പുറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആളായി നമ്മുടെ രാമായണം എഴുതി വാൽമീകി. ഈ രാമായണം എഴുതി ലക്ഷക്കണക്കിന് വർഷം മുമ്പ് അന്ന് ഹിന്ദു മതമുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ മതമുണ്ടോ? ഇല്ല. ഇസ്ലാം മതമുണ്ടോ? ഇല്ല. ജൈന മതമുണ്ടോ? ഇല്ല. ബൗദ്ധ മതമുണ്ടോ? ഇല്ല. ഏതെങ്കിലും മതമുണ്ടോ? ഇല്ല. മതം പിറന്നോ? ഇല്ല. അത്രയും കാലം മുമ്പുള്ളൊരു കാര്യം ഇപ്പൊ പറയാം, ഇന്ത്യ ഹിന്ദു രാജ്യമാണ്. രാമായണം എന്ന് പറയുന്ന കാവ്യം എല്ലാവരെയും കാവ്യാണ്. ഇപ്പൊ എന്റെ സഹോദരിമാരിപ്പോ ശ്രദ്ധിച്ചോ, രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സീത. സീത നിങ്ങൾക്കറിയാലോ. ഈ സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ, അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം മാറിയതിനു പിന്നിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് ഉള്ളത്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന BJP എന്നും പന്ന്യൻ പറഞ്ഞു. വയനാട് ദുരന്തം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും ദുരന്തബാധിതരെ സഹായിക്കാത്ത നിലപാടാണ് മോദി സർക്കാരിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. AKSTU ജില്ലാ പ്രസിഡന്റ് K രാജേഷ് കുമാർ അധ്യക്ഷനായി. AKSTU ജില്ലാ സെക്രട്ടറി ആയിരുന്ന RL കൃഷ്ണകുമാറിന്റെ സ്മരണയ്ക്കായി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകയും തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ AKSTU നേതാവുമായ VR രജിതയ്ക്ക് നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KS രവി, അഡ്വക്കേറ്റ് CA അരുൺകുമാർ, CPI ചാരുമൂട് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് അലി, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VS സൂരജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോൺസൺ K പാപ്പച്ചൻ, S അംജാദ്, K രാജേഷ്, ആദർശ് തുളസീധരൻ, KS സ്നേഹശ്രീ, VR ബീന, ഉണ്ണി ശിവരാജൻ, K രാജേഷ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ MD ശ്രീകുമാർ സ്വാഗതവും AKSTU ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിക്കാബ് നൈന നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.